പ്രിയപ്പെട്ടവരെ, ഇന്നലെയും ഇന്നുമായി ഞങ്ങളോട് സംസാരിച്ച പല ഡോക്ടർമാരും പറയുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കുകയും വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും വേണം. ഈ ഹൃദയസ്തംഭനം തുടങ്ങിയ അസ്വസ്ഥതകളും രോഗങ്ങളും അത് മരണത്തിലേക്ക് നയിക്കുന്നതും ഇതൊക്കെ പ്രായത്തിൻ്റെ വിഷയം നോക്കാതെ കണ്ടുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിയുന്നത് എന്ന ഓർമ്മ വേണമെന്ന്. അതായത് 17 വയസ്സുള്ള കുട്ടി ആയിഷ മറിയം, കണ്ണൂർ സ്വദേശിനി, ഇവിടെ ഷാർജ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുകയായിരുന്ന കുട്ടി പെട്ടെന്ന് തലേദിവസം രാത്രിയും നല്ല കളിച്ചിരികളോടെ കൂട്ടുകാരത്ത് ബന്ധുക്കളൊത്തൊക്കെ രാത്രി പാട്ടുപാടിയും കളിതമാശകൾ പറഞ്ഞും ഇരുന്ന് വളരെ ലേറ്റായി സ്വന്തം വീട്ടിലേക്ക് പോയി ഷാർജയിൽ. എന്നിട്ട് സ്വാഭാവികമായും ലേറ്റായിട്ട് കിടക്കുമ്പോൾ ഉച്ചയ്ക്ക് താമസിച്ചാണ് ഉറക്കം എണീറ്റത്. എണീറ്റ ഉടനെ ബാത്റൂമിലേക്ക് പോകുന്നു, സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന കാര്യം. പക്ഷേ ബാത്റൂമിൽ പോയിട്ട് പിന്നെ തിരികെ കുറേ സമയം കഴിഞ്ഞിട്ടും പുറത്തേക്ക് വരുന്നില്ല. വീട്ടുകാരൊക്കെ വിളിച്ചു നോക്കി, 2 ഇളയ കുട്ടികൾ വീട്ടിലുണ്ട്. എല്ലാവരും വിളിച്ചു നോക്കി, അനക്കമില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. വാതിൽ ചവിട്ടി പൊളിച്ച് നോക്കുമ്പോഴാണ് ഫ്ലോറിൽ കുട്ടി കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ സ്വാഭാവികമായിട്ടും ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യാവുന്ന രൂപത്തിലൊക്കെ എന്തെങ്കിലും ഹൃദയസ്തംഭനമാണെങ്കിൽ CPR അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഉച്ചയ്ക്ക് 3:13 കുട്ടി മരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പിന്നെ ഡോക്ടർ നൽകിയിരിക്കുന്നത്. ഹൃദയസ്തംഭനം, കാർഡിയാക് അറസ്റ്റ് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം റെസ്പിറേറ്ററി അറസ്റ്റും, ശ്വാസ തടസ്സത്തിൻ്റെയും വിഷയം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ കുട്ടിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. അതാണ് ഡോക്ടർമാർ ഞങ്ങളോട് പറയുന്നത്. പ്രായത്തിൻ്റെ കാര്യമൊന്നുമല്ല ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കാവുന്ന സാഹചര്യമെന്ന്. ഈ കുട്ടിയുടെ കുടുംബത്തിൽ ഇങ്ങനെ ജനിതകമായിട്ട് ഹൃദയസ്തംഭനവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല. ഈ മരിച്ചുപോയ ആയിഷ മറിയത്തിൻ്റെ മാതാപിതാക്കൾക്കോ കുടുംബത്തിലോ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. 2, ഈ കുട്ടി ഒരു ഫുട്ബോളറാണ്. സ്കൂളിൽ വളരെ മികച്ച ഒരു ഫുട്ബോൾ പ്ലെയറാണ്. നല്ല മിടുക്കിയാണ്, നന്നായിട്ട് പഠിക്കും, ഡാൻസ് ചെയ്യും, പാടും, എല്ലാ ആർട്ടിലും കൾച്ചറിലും ഒക്കെ മിടുമിടുക്കിയായ കുട്ടിയാണ്. വളരെ ഹെൽത്തിയാണ്, എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്നയാളാണ്. ഇതുവരെ ഇത്തരത്തിലുള്ള അസുഖങ്ങളോ സൂചനകളോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ പെട്ടെന്ന് ഇങ്ങനെ കൊളാപ്സായി വീഴുന്നു, മരണത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകൾക്ക് പ്രായം നോക്കാതെ കണ്ട് വിധേയമാകണം എന്ന രൂപത്തിലേക്ക് 1. 2, നമ്മളായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ നമ്മുടെ ഓരോ കുട്ടികളും മുതിർന്നവരുമൊക്കെ ആഹാര രീതിയിലും ജീവിത രീതിയിലും വരുത്തേണ്ടുന്ന മാറ്റങ്ങളുണ്ടെങ്കിൽ അതേക്കുറിച്ച്, ആ മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം. ഇതൊക്കെ ഞങ്ങൾ ഈ സന്ദർഭവശാൽ പറയുന്നത് ന്യൂ ഇയർ കൂടി വരികയാണ്. ഓരോരുത്തർ ഓരോ തരത്തിലുള്ള പ്ലെഡ്ജ്, പ്രതിജ്ഞ എടുക്കുന്ന സമയമാണ്. അതൊക്കെ ഒരു ദിവസത്തേക്കോ ഏതാനും മണിക്കൂറുകൾക്കോ മാത്രമായി പോകാതെ ജീവിതകാലം മുഴുവനും കൊണ്ടുപോകാൻ സാധ്യതയുള്ള ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള പ്രതിജ്ഞ എടുക്കണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. പല ഡോക്ടർമാരും ഞങ്ങളോടത് പറയുകയാണ്. അങ്ങനെയുള്ള രൂപത്തിലേക്കാണ്, അല്ലാതെ കൂടുതൽ സമ്പാദിക്കണം, സ്വത്തുണ്ടാകണം, കാശുണ്ടാകണം എന്ന രൂപത്തിലല്ല നമ്മുടെ ചിന്ത പോകേണ്ടത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന രൂപത്തിൽ. എന്നിട്ട് പോലും വ്യായാമമുള്ള കുട്ടി, ഫുട്ബോൾ കളിക്കുന്ന കുട്ടി, നല്ല മാനസികമായി ഉല്ലസിച്ച് പഠിക്കുന്ന കുട്ടി, ആർട്ടിൽ പാട്ടിൽ ഒക്കെ നല്ല വിദഗ്ധയായിട്ടുള്ള കുട്ടി, ആ കുട്ടിക്കാണ് ഇങ്ങനെ ഒരു ലക്ഷണങ്ങളൊന്നുമില്ലാതെ കണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊന്നുമില്ലാതെ കിടക്കുന്ന കുട്ടികൾ, ജീവിക്കുന്ന ആളുകൾ, നമ്മൾ മുതിർന്നവർ ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഡോക്ടർമാർ കാര്യം പറയുന്നത്. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് കരുതുകയാണ്. ആകെ തളർന്നിരിക്കുന്ന ആ കുടുംബം, അവർക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയാൻ പറ്റാതെ അനിശ്ചിതാവസ്ഥയിലായി നിൽക്കുന്ന ആ കുടുംബത്തിൻ്റെ വേദന, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഏതായാലും ഇന്ന് രാത്രി നാട്ടിലേക്ക് പോകുന്നു, മാതാവടക്കം എന്ന വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മൃതദേഹം തിങ്കളാഴ്ച കൊണ്ടുപോകാൻ പറ്റും എന്ന് കരുതുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് 2 മാസം മുമ്പും ഇതുപോലെ 20 വയസ്സിൽ താഴെയുള്ളൊരു കുട്ടിയുടെ കാര്യം ഇതുപോലെ വാർത്തയായിട്ട് വന്നതാണ്. അതും ഇന്ത്യൻ പ്രവാസി കുട്ടി, ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി.
ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റാവുന്ന ജാഗ്രതയിലേക്ക് നമ്മൾ പോകണം എന്ന് മാത്രം തൽക്കാലം സൂചിപ്പിക്കുന്നു. 2026 യു എയിലെ ഏറ്റവും വലിയ സംഗതി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഓരോരുത്തരും ആലോചിച്ച് നോക്കുമ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ കാര്യം എത്തിഹാദ് റെയിൽ അതിൻ്റെ ഉദ്ഘാടനം, യാത്രക്കാരെ കയറ്റിക്കൊണ്ട് അങ്ങ് അബുദാബിയിൽ നിന്ന്, അതായത് തെക്ക് നിന്ന് വടക്കോട്ട് കിഴക്കോട്ട് ഒക്കെ പോകാവുന്ന ആ സംവിധാനം, യു എ മുഴുവനും ഒരു റെയിൽ കൊണ്ട് ബന്ധിപ്പിക്കുന്ന സംവിധാനം, നല്ല വേഗതയിൽ യാത്ര ചെയ്യാൻ പറ്റിയ രീതി വരികയാണ് എന്നുള്ളതാണ്. ദശലക്ഷങ്ങൾ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു പുതിയ സംവിധാനത്തിലേക്ക് ടൂറിസവും വ്യാപാരവും ഒക്കെ മെച്ചപ്പെടുത്താൻ പറ്റിയ, ഒപ്പം കുടുംബവും, ഒരുപാട് ആളുകൾ ദുബായ് അബുദാബിയൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. ദുബായിൽ നിന്ന് അബുദാബിയിൽ പോയി, അല്ലെങ്കിൽ അബുദാബിയിൽ നിന്ന് ദുബായിൽ വന്ന് ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ വളരെ എളുപ്പത്തിലുള്ള യാത്ര ആയി വരാൻ എത്തിഹാദ് റെയിലിന് ഉപകാരമായി ഭവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടെന്നാണ് കണക്ക് കൂട്ടൽ. അത് കഴിഞ്ഞ് പിന്നീടൊരു സംഭവം വരാനിരിക്കുന്നത്, മൊത്തം ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഒറ്റ വിസ എന്ന രൂപത്തിൽ ഏകീകൃത GCC വിസ, അതും 2026 പ്രായോഗിക തലത്തിലെത്തും. വർഷങ്ങളായിട്ട് ആലോചിക്കുന്ന കാര്യമാണ്. തലത്തിലെത്തും എന്ന പ്രതീക്ഷയിലൂടെ 2026 സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടത്തിൽ 29-ാം തീയതി വരെ മഴ പെയ്യാം എന്നൊരു സൂചന നേരത്തെ യു എയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നല്ലോ. ഇന്ന് വന്നിരിക്കുന്ന കാലാവസ്ഥാ റിപ്പോർട്ട്, പ്രത്യേകിച്ച് NCMൻ്റെ പ്രതിദിന റിപ്പോർട്ടിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നാളെ ഞായറാഴ്ച ചെറുതും വലുതുമായിട്ടുള്ള മഴ കിട്ടാനുള്ളൊരു സാധ്യതയെക്കുറിച്ച്, പ്രത്യേകിച്ച് അബുദാബി ദുബായ് ഭാഗങ്ങളിലൊക്കെ, പിന്നെ ചില കിഴക്കൻ പ്രദേശങ്ങളിലും മഴ കിട്ടും എന്നാണ് യു എയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നല്ല മേഘാവൃതമായിട്ടുള്ള ഒരു കാലാവസ്ഥ നാളെ പകൽ പ്രതീക്ഷിക്കുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Lusud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.